ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സന്തോഷമായും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് നമുക്ക് മേക്കപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? മേക്കപ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ താളം തെറ്റി. കണ്ടില്ലേ, കട്ടിലിൻ്റെ മേലെ എല്ലാം തന്നെ അവൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇന്നത്തേക്കുള്ള ഫംഗ്ഷൻ ഇടാനുള്ളതാണ്. ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷമാണ് അവളുടെ സ്കൂളിൽ നിന്ന് സെലിബ്രേഷൻ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ക്ഷേത്രങ്ങളിൽ ആയിരുന്നു ആഘോഷം. ഞങ്ങളൊക്കെ ഇതുപോലെ ഒരുങ്ങി പോവാറുള്ളത് എനിക്ക് ഓർമ്മ വരികയാണ് ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ എല്ലാ ഐറ്റംസും രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഈ സ്കൂളിലേക്ക് ഉണ്ടല്ലോ ഞാൻ പോവാറുണ്ട്. അതായത് ഈ സെലിബ്രേഷൻ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അതായത് പാരൻസിനൊന്നും അലൗഡ് അല്ല, പക്ഷേ പോകേണ്ട ആവശ്യമൊന്നുമില്ല, ക്ഷണിക്കുന്നുമില്ല ടീച്ചേഴ്സ്. ഇത് കുട്ടികളുടെ സെലിബ്രേഷനാണ്. പക്ഷേ ഈവനിങ് സ്കൂൾ വിട്ടിട്ട് ഇവരെ കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോൾ ഞാനിത് കാണാറുണ്ട്. ഈ സെലിബ്രേഷൻസ് കാണാൻ ഇടയായിട്ടുണ്ട്. ഇത്തവണ മോർണിംഗ് സെലിബ്രേഷൻസ് തീർത്ത് വയ്ക്കുകയാണ് ടീച്ചേഴ്സ്. അപ്പോൾ നന്നായിട്ട് ഒരുക്കി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഒരുക്കി അവളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവൾ ഓട്ടോയിൽ പോയിക്കോളും സ്കൂളിലോട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ടീച്ചേഴ്സ് അയച്ചു തന്ന ഒരു ക്ലിപ്പുണ്ട് സ്കൂളിലത്തെ. അതായത് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇത് അവർ ഷൂട്ട് ചെയ്തിട്ട് അയച്ചു തന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് അത്ര ക്ലാരിറ്റി ഒന്നുമില്ല. പക്ഷേ ഞാനിതിൽ ആഡ് ആക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഇങ്ങനെയുള്ള സെലിബ്രേഷൻസ് ഉണ്ടോ? കുറേ സെലിബ്രേഷൻസൊക്കെ പല കേരളത്തിലെ പല സ്കൂളുകളിലും ഉണ്ടാവാറുണ്ട്. ഇതുപോലെയുള്ള സെലിബ്രേഷൻസൊക്കെ ഉണ്ടോ? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാണ് നാളെ. ഇനി അതിനു വേണ്ടി ഒരുക്കണം. ഇപ്പോൾ ദേ കാണിക്കുന്നത് സ്കൂളിലുള്ള ടീച്ചേഴ്സ് അയച്ചു തന്ന സ്കൂളിലെ സെലിബ്രേഷനാണ്. കുഞ്ഞി രാധന്മാരും കുഞ്ഞി കൃഷ്ണന്മാരും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ തവണ ഞാൻ ഇവരെയൊക്കെ നേരിട്ട് കണ്ടതായിരുന്നു. ഭയങ്കര സന്തോഷത്തിൽ മിടുക്കികളായിട്ട് നല്ല സുന്ദരി കുട്ടികളായിട്ട് ഇവർ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ഓരോരോ സെക്ഷൻസിനാണ് സെലിബ്രേഷൻസ്. എൻ്റെ ചെറിയ മോൾക്ക് നാളെയാണ്. അസുഖമായതുകൊണ്ട് അവളെ നിന്ന് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലേ, നാളെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ചേച്ചി ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തപ്പോൾ അവൾക്ക് ചെറിയൊരു കുശുമ്പൊക്കെ തോന്നി. എനിക്കും ഒരുങ്ങണം, എനിക്കും പോകണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വയ്യാത്തതുകൊണ്ട് സ്കൂളിൽ വിട്ടില്ല. ഇപ്പോൾ രോഗം മാറി വരുന്നേ ഉള്ളൂ, ചുമയും കഫക്കെട്ടൊക്കെ. കുഞ്ഞു കൃഷ്ണന്മാരെയൊക്കെ കണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. കൃഷ്ണന്മാർ കുറവാണ്, രാധന്മാരാണ് കൂടുതൽ. സാരിയില്ലേ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണന്മാരും രാധന്മാരും ഒക്കെ കൂടിയിട്ട് ഒന്നിച്ച് നിർത്തിയിട്ടുണ്ട് ടീച്ചേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ അതിന് ശേഷം ഞാനും ഹസ്ബൻഡും ചെറിയ മോളും കൂടിയിട്ട് പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതിനു വേണ്ടി പോയി. ഇവിടെ ആന്ധ്ര മലയാളീസിന് അറിയാം, ഡിമാർട്ട് ഷോപ്പിംഗ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് വില കുറവാണ്. മലയാളികളൊക്കെ വരുന്ന സ്ഥലം തന്നെയാണിത്. ഇവിടെ വന്നാലേ ഇതുപോലെ പൊട്ടുകടലുണ്ടല്ലോ, ഇതെടുത്ത് തിന്നലാണ് ഇവളുടെ പരിപാടി. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്താണ് എനിക്ക് കുറച്ച് പൈസ കുറവായിട്ട് തോന്നിയിട്ടുള്ളത്. ഒന്ന് ഡിമാർട്ടും, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. അതായത് ബാംഗ്ലൂരാവട്ടെ, ചെന്നൈയിലാവട്ടെ, ആന്ധ്രയിൽ തന്നെ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. പിന്നെ വിശാൽ മാർട്ടും. ഒരുപാട് ബാഗിൻ്റെ കളക്ഷൻസും ഡ്രസ്സിൻ്റെ കളക്ഷൻസും ഒക്കെ ഉണ്ട്. ഡ്രസ്സിൻ്റെ നമുക്കുള്ള കളക്ഷൻസ് ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മുടെ പ്രായമുള്ളവർക്ക്, കുട്ടികൾക്കൊക്കെ ഒരുപാട് സെലക്ഷൻസ് ഉണ്ട്. എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ്, ഇതൊക്കെയാണ് എനിക്കിഷ്ടം. അതുപോലെ കുട്ടികളുടെ സെക്ഷൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഇതിൽ ഏതാ ഭംഗി എന്നാണ് ഹസ്ബൻഡ് ചോദിക്കണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കാണാൻ ഓറഞ്ച് പില്ലോ കവർ തന്നെയായിരുന്നു ഭംഗി. പിന്നെ ഇവളുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ട്രോളിയിൽ കണ്ടതെല്ലാം വലിച്ചു വാരി എടുത്തിടും. ലാസ്റ്റ് ഞങ്ങൾ ബില്ല് ചെയ്യണ സമയത്ത് എല്ലാം കൂടിയിട്ട് സൈഡിലോട്ട് തള്ളി മാറ്റും ഇവൾ കാണാതെ. ഞാൻ എന്തൊക്കെയാണ് എടുക്കുന്നതെന്നാണ് നോക്കുന്നത്. ഇതുപോലെ പൂജ ഐറ്റംസൊക്കെ കണ്ടോ? നമ്മുടെ നാട്ടിലിനേക്കാളും വില കുറവുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് ഈ കാര്യത്തിൽ അറിയില്ല. ആന്ധ്രയിൽ ഇവിടെ കുറച്ച് വില കുറവാണ്, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നാട്ടിലേക്കാളും വില കുറവോ കൂടുതലോ എന്നുള്ളതല്ല. ആന്ധ്രയിൽ ഇവിടെ കുറച്ച് എല്ലാ ഐറ്റംസിനും കുറച്ച് വില കുറവും പിന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാട്ടോ ഇവിടെ ഇവർ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഞങ്ങളിപ്പോൾ വന്നത് ഒരു ഉച്ച സമയത്തിന് ആണ്. ഒരു 1:00 ആ സമയത്താണ് എപ്പോഴും വരിക. അപ്പോൾ കുറച്ച് തിരക്ക് കുറയും, കാരണം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നൊക്കെ സമയമല്ലേ.
അപ്പോൾ ഓരോ സാധനങ്ങൾ എടുത്തിടുമ്പോൾ എന്നെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഉമ്മ വയ്ക്കാൻ വന്നാട്ടോ അവൾ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ, എനിക്ക് 2 പെൺകുട്ടികളായതുകൊണ്ട് ഈ പെൺകുട്ടികളുടെ സെക്ഷനിലോട്ടാണ് എനിക്ക് എപ്പോഴും ചിലപ്പോൾ നല്ല കളക്ഷൻസ് ഒന്നും കിട്ടില്ല, ഇങ്ങനെ തിരവായിട്ട് പോയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ടായിരിക്കും. ഈ കാണുന്നതൊക്കെ ഡെയിലി വെയർ ആണ്. ഡെയിലി വെയർ ഒക്കെ നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ്. എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ ആടി നിൽക്കുന്നതാണിത്. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ലേഡീസിന് ഒരുപാട് കളക്ഷൻസ് ഒന്നും അധികം കിട്ടില്ല. ഡെയിലി വെയേഴ്സിനാണെങ്കിൽ ഓക്കെ. പിന്നെ ഈ കാണുന്ന ടിഫിൻ സെൻറ്റർ ഉണ്ടല്ലോ, ഇത് നമ്മുടെ മലയാളിയുടെയാണ്. ഇത് ടിഫിൻ സെൻറ്ററാണ്. അതായത് ടിഫിനാണ് കൂടുതലും കിട്ടുക. നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഓർഡർ ചെയ്തു. ഈ ഒരു കടയെ കുറിച്ചിട്ടും അതുപോലെ ഇദ്ദേഹത്തെ കുറിച്ചിട്ടും തന്നെ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. പക്ഷെ ആളവിടെ ഇല്ല, ഇതിൻ്റെ ഓണർ അവിടെ കാണാനില്ല. ഈവനിങ് ആയതുകൊണ്ട് ആൾ വീട്ടിലായിരിക്കും. എന്തെങ്കിലും ആളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.